നമസ്കാരം. ഇന്നലെ നിയമസഭയിൽ ബഡ്ജറ്റിനെ അവതരിപ്പിച്ച നന്ദിപ്രമേയ ചർച്ചയിൽ നമ്മുടെ മണലൂരിൻ്റെ MLA പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥിന് സംസാരിക്കുവാനായിട്ട് മാഷക്ക് 7 മിനിറ്റ് സമയം ലഭിച്ചു. ആ 7 മിനിറ്റിലും അദ്ദേഹം ലിബറലിസത്തെക്കുറിച്ച് സംസാരിക്കുക, ഒരു അധ്യാപകൻ കോളേജിൽ കുട്ടികളോട് എങ്ങനെ പഠിപ്പിക്കുന്നു എന്ന രീതിയിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വലിയ വാചാലമായി സംസാരിച്ചു എന്നതല്ലാതെ നമ്മുടെ ജനകീയ വിഷയങ്ങളിൽ മണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ചോ നിയമസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ കുറിച്ചോ ഒന്നും അദ്ദേഹത്തിന് സംസാരിക്കാനായിട്ട് കേൾക്കാൻ നമുക്ക് സാധിച്ചില്ല. ഞാൻ മുഴുവൻ സമയം അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിരുന്നു. പക്ഷേ മണലൂർ മണ്ഡലത്തിൻ്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുമെന്നാണ് വിചാരിച്ചത്. കഴിഞ്ഞ ദിവസം MLA കോളിൻ പരിപാടിയിൽ ഒട്ടേറെ ആളുകൾ ഈ മണ്ഡലത്തിലെ ഒട്ടേറെ വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ആ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ചോ കഴിഞ്ഞ മുൻ MLA അവതരിപ്പിച്ച ബഡ്ജറ്റിൽ വെച്ചിരിക്കുന്ന പദ്ധതികളെക്കുറിച്ചോ അല്ലെങ്കിൽ അതിലെ ആ പദ്ധതികളെക്കുറിച്ച് ശ്രദ്ധ ചെലുത്താനോ ആ പദ്ധതികൾ അടിയന്തരമായി പ്രാവർത്തികമാക്കേണ്ട പദ്ധതികളുണ്ടെങ്കിൽ അതിന് മുൻഗണന കൊടുത്ത് പ്രാവർത്തികമാക്കാനോ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും അതിനെ പരാമർശിക്കുന്നതായിട്ട് കണ്ടില്ല. ഏതായാലും നന്ദിപ്രമേയ ചർച്ചയായതുകൊണ്ടായിരിക്കാം നവലിബറൽ സിദ്ധാന്തം അതിനെക്കുറിച്ചൊക്കെ വളരെ നന്നായി വാചാലമായി മറ്റ് ഭരണകക്ഷി MLA മാരെ പോലും പഠിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പ്രാദേശികമായ വിഷയങ്ങൾ, ഇപ്പോൾ കണ്ടാണശ്ശേരി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരിതപൂർണമായ ഒരു റോഡിൻ്റെ അവസ്ഥയാണ് പ്യാരീസ് റോഡ്. മറ്റൊന്ന് കണ്ടാണശ്ശേരിയിൽ തന്നെ കണ്ടാണശ്ശേരിയിൽ നിന്ന് ആട്ടയൂരിലേക്ക് പോകുന്ന ആട്ടയൂർ റോഡ്, നമ്മുടെ കടയിലേക്ക് പോകുന്ന ആട്ടയൂർ റോഡ്, മറ്റത്തിലെ തന്നെ പള്ളി മാർക്കറ്റ് റോഡ്, അങ്ങനെ കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ തന്നെ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. കണ്ടാണശ്ശേരി പഞ്ചായത്തിലേക്ക് കഴിഞ്ഞ MLA ഉള്ള സമയത്ത് പോലും കാര്യമായ ഒരു പദ്ധതി പോലും അനുവദിക്കാനോ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അദ്ദേഹം കൊണ്ടുവന്നതാകെ ഒരു ടൂറിസം പദ്ധതി മാത്രമാണ്. അത് കണ്ടാണശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള ഒരു വിഷയമേ അല്ല. കാരണം അതിനേക്കാൾ എത്രയോ കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുള്ളത് കൊണ്ട് അതൊന്നും ശ്രദ്ധിക്കാതെ അതിനൊന്നും സമയം കണ്ടെത്താണ്ട് വളരെ നിസ്സാരമായ ഒരു പദ്ധതിയാണ്. പക്ഷെ നമ്മൾ ഈ MLAയിൽ പുതിയ പ്രൊഫസർ രവീന്ദ്രനാഥ് മാഷി വളരെ ഒരു പ്രതീക്ഷ ആളുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് നവലിബറൽ സിദ്ധാന്തം കഴിഞ്ഞ 10 വർഷക്കാലം LDF ഭരിച്ചപ്പോൾ അതിനെ എതിർത്തു, അതുപോലെ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നതല്ലാണ്ട് സംസാരിക്കാമെന്നല്ലാണ്ട് ഈ 7 മിനിറ്റും അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ടൊന്നും സംസാരിച്ചതായിട്ട് കേട്ടില്ല. എന്നാൽ കുന്നംകുളത്തിൻ്റെ MLA AC മേജി അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ വർഷം അവർ മുന്നോട്ട് വെച്ച എല്ലാ പദ്ധതികൾക്കും അനുമതി ലഭിച്ചതായിട്ട് നമ്മൾ പത്രങ്ങളിലൊക്കെ വാർത്തയും TV-യിൽ വാർത്തയൊക്കെ വായിക്കാൻ കേൾക്കുകയാണ്. അദ്ദേഹം ചോദിച്ച നല്ല പ്രസക്തമായ ഒരു ചോദ്യമാണ്, ഈ ഗവൺമെൻറ് നടപ്പിലാക്കുമെന്ന് പറഞ്ഞ ക്ഷേമ പെൻഷൻ 3000 രൂപയെ വർദ്ധിപ്പിക്കുമോ? സാധാരണക്കാരൻ്റെ ആവശ്യമാണ്. അത് അദ്ദേഹം ഓർമ്മപ്പെടുത്തി ചോദിച്ചു. ഭംഗിയായി അത് അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ അത് ചോദിച്ചതിന് മറുപടി മുഖ്യമന്ത്രി നൽകുകയും ചെയ്തു. എന്നാൽ നമുക്ക് അത്തരത്തിലുള്ളൊരു സന്തോഷപ്രദമായൊരു മറുപടി കേൾക്കാനൊന്നും സാധിച്ചില്ല. തീർച്ചയായും അടുത്ത സബ്മിഷനുകളുടെയെങ്കിലും മണലൂർ നിയോജകമണ്ഡലത്തിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനുള്ള പരിശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു.